നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ആകെ ഒരു കാര്യമേ നോക്കാനുള്ളൂ, അത് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് മാത്രമാണ്. സ്വന്തം രാജ്യത്ത് ഇനിയിപ്പോ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ഇന്ത്യയിലെ പെട്രോളിന്റെ വില കൂടുന്നോ എന്നൊക്കെ ചിലപ്പോൾ അവരങ്ങ് ചോദിച്ചു കളയും. അത് മിക്കപ്പോഴും ചോദിക്കുന്നതോ അന്താരാഷ്ട്ര വേദികളിൽ വെച്ചായിരിക്കുകയെന്ന് മാത്രം. ഇന്ത്യയുടെ ശത്രു എന്നല്ലാതെയുള്ള ഒരു അസ്തിത്വവും പാകിസ്ഥാൻ ഇല്ല എന്നതാണ് അതിന് കാരണം. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള കുത്തിത്തിരിപ്പ് ചോദ്യവുമായി അമേരിക്കയുടെ അടുത്ത് പോയതായിരുന്നു പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടർ. എന്നാൽ അവർ പ്രതീക്ഷിച്ച മറുപടി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ അങ്ങേയറ്റം പുകഴ്ത്തുവാനും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ മറന്നില്ല. ഇതോടുകൂടി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായി മറ്റു മതങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു സുരക്ഷിതത്വം ഇല്ല. ഇതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ് എന്ന് പാക് റിപ്പോർട്ടർ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയോട് ചോദിച്ചത്. ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതോ, ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്കാർ നോക്കിക്കൊള്ളും, അതിന് നിങ്ങൾ എന്നല്ല ഞങ്ങൾ പോലും ഇടപെടേണ്ട എന്ന മുഖത്തടിച്ച മറുപടിയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇന്ത്യൻ ജനത തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഞങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. കാരണം ചരിത്രത്തിലെ തന്നെ ഏതു രാജ്യത്തും നടന്ന ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒന്നായിരുന്നു ഇപ്പോൾ നടന്ന ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എന്നാണ് സ്റ്റേറ്റ് റിപ്പോർട്ടർ വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കിയത്. പാക് റിപ്പോർട്ടർക്ക് അയാൾ വിചാരിച്ച കുത്തിത്തിരിപ്പ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നായ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനോട് അമേരിക്ക വെച്ചു പുലർത്തുന്ന ആദരവിനെ വ്യക്തമാക്കുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന ശ്രദ്ധേയമായ ചടങ്ങിലാണ് നരേന്ദ്രമോദി തുടർച്ചയായി 3-ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെയും നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ നേതാവാണ് മോദി. അതേസമയം സ്വതന്ത്ര ലബ്ധിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന് അപ്രാമ്യം ഉള്ളപ്പോഴാണ് നെഹ്റു 3 തവണ പ്രധാനമന്ത്രിയായത്. അതിനുശേഷം കോൺഗ്രസിൽ നിന്നും അല്ലാതെയും ഒരാൾ പോലും അത്തരത്തിലൊരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ തന്നെ രാജ്യവിരുദ്ധ ശക്തികൾ ജാതിവാദം ഉൾപ്പെടെ അനവധി കാര്യങ്ങൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഇന്ത്യൻ ജനത തുടർച്ചയായ 3-ാം തവണയും നരേന്ദ്രമോദിയെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിന്റെ പ്രതിഫലമായാണ് പാക് റിപ്പോർട്ടർ കണ്ടത്. എന്നാൽ കാര്യങ്ങൾ ഇനിയും നരേന്ദ്രമോദി വിചാരിക്കുന്ന വഴികൾ കൂടി മാത്രമേ പോകൂ എന്നത് വ്യക്തമാക്കുന്നതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്ന ഈ പ്രതികരണം.